എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായ സീനിയ ചെടിയിലെ പൂക്കളാണ്. എത്ര ഭംഗി അത് കാണാനല്ലേ. നമ്മൾ നേരിട്ട് കാണുന്നേക്കാളും നമ്മുടെ ക്യാമറയിലേക്ക് പതിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ബെന്തിപ്പൂവുണ്ട്. പിന്നെ കുറച്ച് ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇലച്ചെടികളും ഇത്തിരി പൂവുണ്ടാകുന്ന ചെടികളും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കാന്താരിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്ത് ഭംഗിയായല്ലേ നമ്മുടെ ക്യാമറകളിൽ പതിഞ്ഞ് കാണുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ചൂലെല്ലാം പോയായിരുന്നു. അപ്പം എന്തേ നമ്മൾ ചൂല് റെഡിയാക്കാൻ വേണ്ടി തുഞ്ചാണി, ഓലയുടെ പകുതി ഈ സാധനത്തിന് തുഞ്ചാണി എന്നാണ് പറയുന്നത്. അറിയത്തില്ലാത്തവരെന്നെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് കൊഴുക്കട്ടയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടേന്ന് പറയും. അകത്ത് തേങ്ങാപ്പീര, ശർക്കര, ജീരകം കൂടിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന കൊഴുക്കട്ട. ഇത് കണ്ടോ പ്രത്യേക സാധനം. ഒരു 3-4 തുഞ്ചാണി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ കീറി വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്തൊരു വീട്ടിൽ നല്ല അടിപൊളിയായിട്ടോ പാടത്തിൻ്റെ സൈഡിൽ അവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് നമ്മൾ തേങ്ങ ഉണക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടേക്ക് പോവുക കേട്ടോ. നല്ല രസമാണ്, നല്ല ശാന്തമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനും അമ്മയും കൂടെ തേങ്ങ ഉണങ്ങിയത് അരിഞ്ഞു വെക്കും കേട്ടോ. നല്ല രസമാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും പിന്നെ ചുറ്റും നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണും ആ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ പ്രദേശത്ത് കൂടുതലും ലഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും നെൽകൃഷിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പാടത്തിൻ്റെ സൈഡിലൊക്കെ നിറയെ തെങ്ങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ തെങ്ങ് ചെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തെങ്ങിൻ കള്ളൊക്കെ ഇവിടെ ലഭിക്കും. നല്ല നാടൻ തെങ്ങിൻ കള്ള്, പിന്നെ കരിക്ക്, തേങ്ങ, അങ്ങനെ കൂടുതലും നെല്ലും തെങ്ങും ഒക്കെയാണ്. പിന്നെ കുറച്ച് പേരൊക്കെ അവരുടെ പറമ്പിൽ കപ്പയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. എന്നാലും കൂടുതലും ഞങ്ങളുടെ ഗ്രാമത്ത് കൃഷി ചെയ്യുന്നത് നെൽകൃഷിയാണ് കേട്ടോ. ഞാനിത് പറയുന്നത് നമ്മുടെ നാട്ടുകാർ എന്നെ കളിയാക്കരുത്. എന്താണെന്ന് വെച്ചാൽ വേറെ ജില്ലയിലുള്ള 1-2 ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടായിരുന്നു, നിങ്ങളുടെ ഗ്രാമപ്രദേശം ഒന്ന് കാണിക്കണം, എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കൃഷികളെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം, അവിടെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തേക്കിരുന്ന് ചെയ്യുന്നതും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതും കേട്ടോ. നമ്മുടെ ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ തെങ്ങും ഈ വയലും ഒക്കെ തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും നമ്മളൊരു വെറൈറ്റിക്ക് കൂടുതലും ഇടുക്കിയിലോട്ടൊക്കെ ടൂറ് പോകുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. അവിടെ തേയില ഞുള്ളുന്നവരും തേയിലത്തോട്ടത്തിൽ ഇറങ്ങി നിന്നൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഈ ഒരു ഭംഗി അവിടെയുള്ളവർ ആസ്വദിക്കുന്നത് അല്ലേ. അക്കരെ നിന്നാൽ ഇക്കരെ പച്ച, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെയാണല്ലോ നമ്മളെല്ലാവരും. നമ്മൾ ഇവിടുത്തെ കൂടുതലും താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതലും കുന്നും പ്രദേശങ്ങളും അവിടുത്തെ കൃഷികളും അവിടുത്തെ യാത്രയൊക്കെയാണ് ഇഷ്ടം. എന്നാൽ അവിടെയുള്ളവരൊക്കെ കൂടുതലും നമ്മുടെ ഈ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനാണ് കൂടുതലും ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ കായലും ഈ വയലും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെടുക. അതങ്ങനെയാണ്, മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തേക്കാൾ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ കുന്നും മലകളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ് പോവാറ്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റുകളും ചേഞ്ച്. എന്താ പറഞ്ഞിരുന്ന് വൈകുന്നേരം ഞാൻ ഏത്തക്കാപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജോലിയൊക്കെ ചെയ്ത് അങ്ങൊരു ആകെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോയിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ഇതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഏത്തക്കാപ്പം ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പീസൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി കൂടുതൽ പറഞ്ഞാൽ ഇതിൽ കമൻ്റ് ഇടുന്ന ചേച്ചിമാരെന്നെ ഓടിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, ഞാൻ വളരെ സിമ്പിളായിട്ട് മൈദ, ഉപ്പ്, പഞ്ചസാര, പിന്നെ കുറച്ച് എള്ളുണ്ടായിരുന്നു കേട്ടോ, അതും കൂടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട്, ഒത്തിരി എണ്ണയൊന്നും എടുക്കാനില്ല. എണ്ണയ്ക്കൊക്കെ എന്താ വില. ഇനിയിപ്പം കൊപ്രായൊക്കെ അരിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം ആട്ടി കിട്ടുന്നിടം വരെ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ എണ്ണയൊക്കെ എടുക്കാറ് കേട്ടോ, റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഏത്തക്കാപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് ചായ, ഞാൻ കുറച്ച് ഏലക്ക ഇട്ടിട്ടാണ് ചായ തിളപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂട് ചായയും വെച്ച് ഞാൻ തന്നെ ഫസ്റ്റിലെ കഴിക്കും. അടുക്കളയിൽ നിന്ന് എന്ത് സാധനം കുക്ക് ചെയ്താലും ഫസ്റ്റിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ടേ.
ഞാനുണ്ടാക്കിയോണ്ട് പറയുമല്ല, ഏത്തയ്ക്കാപ്പം നന്നായിട്ടുണ്ട്. പിന്നെ ഒത്തിരി പഴുത്ത് പോകാത്തതുകൊണ്ട് തന്നെ അധികം എണ്ണയും പിടിച്ചിട്ടില്ല. ആവശ്യത്തിനുള്ള മധുരവും ഉണ്ട്. എല്ലാം സെറ്റാണ് കേട്ടോ. ഓ, നാക്കങ്ങ് പൊള്ളിപ്പോയി. കുറച്ച് കൊതി അങ്ങ് കൂടിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടിയൊക്കെ ഏത്തയ്ക്കാപ്പം റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ നൈറ്റിയിൽ മൊത്തം ആ മാവും മഞ്ഞപ്പൊടിയും ഇതുപോലെയൊക്കെ പറ്റിക്കുന്നവരിപ്പോഴും ഉണ്ടോ? എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നാത്തിന് കയറിയാലും എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ പറ്റിയിരിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിലിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുകയും ചെയ്യും, ആ ഇന്ന് ഏത്തയ്ക്കാപ്പാണോ അല്ലെങ്കിൽ ഇന്നെന്തോ ഉണ്ടാക്കിയല്ലോ എന്ന് പറയുവേ. ആ ഒരു രീതിയിൽ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ചെയ്യുന്നവരിപ്പോഴും ഉണ്ടോ?